മമ്മൂട്ടി വീണ്ടും സർക്കസുകാരനായിട്ട് എത്തുന്നു. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ ചിത്രത്തിൽ മമ്മൂട്ടി സർക്കസ് പശ്ചാത്തലത്തിലുള്ള സിനിമ തന്നെയാണ്. മമ്മൂട്ടി ഒരു സർക്കസുകാരനായിട്ടൊക്കെയാണ്. ഒരു മാസ് കോമഡി ആക്ഷൻ എന്റർടൈനറാണ്. മമ്മൂട്ടി മലയാള സിനിമയിൽ വരുമ്പം KG ജോർജിന്റെ മേള എന്ന് പറയുന്ന സിനിമയിലൂടെ മമ്മൂട്ടി ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാകുന്നത്. അതിനകത്ത് മമ്മൂട്ടി സർക്കസുകാരനാണ്. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഒരു നാഴികക്കല്ലായിരുന്നു മേള എന്ന് പറയുന്ന സിനിമ. അത് അതിഗംഭീര വിജയമാണോന്നല്ല, മമ്മൂട്ടിക്ക് അത് ഒരു എന്നേക്കുമായിട്ട് ഓർത്തിരിക്കാൻ. കാരണം KG ജോർജിന്റെ സംവിധാനം, കാരണം എക്കാലത്തെയും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ഡയറക്ടറായിരുന്നു KG ജോർജ്. അതിന്റെ സിനിമയിൽ ഏറ്റവും നല്ലൊരു വേഷം കിട്ടി മേളയിൽ. അദ്ദേഹം അത് അത്യാവശ്യം നല്ലതുപോലെ അഭിനയിച്ചു. പിന്നീട് എനിക്ക് തോന്നുന്നു കാർണിവൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഒരുപാട് പേര് ഇതിനകത്ത് കണ്ടിട്ടുള്ളവർ കാണുമായിരിക്കും. നമ്മുടെ PG വിശ്വംഭരൻ ഡയറക്ട് ചെയ്ത സിനിമയാണ്. അടിപൊളിയായിരുന്നു. ആ ഭദ്രൻ എന്നായിരുന്നു മമ്മൂട്ടിയുടെ ക്യാരക്ടറുടെ പേരെന്നാണ് വിശ്വാസം. നല്ല അടിപൊളിയായിരുന്നു. ഞാൻ തിയേറ്ററിലൊന്നും കണ്ടതല്ല, നമ്മൾ ഈ അന്നത്തെ VCR-നകത്തൊക്കെ ഇട്ട് കണ്ട സിനിമയാണ്. പക്ഷെ നല്ല രസമുള്ള ദൂരദർശനകത്തൊക്കെ കണ്ട സിനിമയാണ്. നല്ല അടിപൊളി ക്യാരക്ടറാണ് മമ്മൂട്ടിയുടെ അതിനകത്തെ കാർണിവലിനകത്തെ ക്യാരക്ടർ. ഭദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ സൂപ്പറാണ്. പിന്നെ പട്ടണതിഭൂതം, അത് ഒരു ആവറേജ് രീതിയിൽ പോയൊരു സിനിമയാണ്. ഒരുപാട് ട്രോളുകളും സംഭവങ്ങളും ഒക്കെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന സിനിമയാണ്. പക്ഷേ ആ കഥാപാത്രം അങ്ങനെയാണ്. എന്തായാലും ഇപ്പം മമ്മൂട്ടി അഭിനയിക്കാൻ പോകുന്നത്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അഭിനയിക്കാൻ പോകുന്നത് നിതീഷ് സഹദേവന്റെ പടത്തിനകത്താണ്. മമ്മൂട്ടി സർക്കസ് പശ്ചാത്തലത്തിലുള്ള സിനിമ. ആ രീതിയിലുള്ളൊരു പേരുമാണ് അവർ ഒരുക്കാൻ ശ്രമിക്കുന്നത്. ഇത് സ്പോയിലർ അല്ല ഒരുക്കുന്നത്. എന്തായാലും ഒരുപാട് നാളിന് ശേഷം മമ്മൂട്ടിയുടെ ഒരു മാസ് ആക്ഷൻ കോമഡി എല്ലാം തികഞ്ഞൊരു സിനിമയാകും. വളരെ ചാൻസ് ഉണ്ട്. ഫാൻസുകാരെ മാത്രമല്ല, ജനങ്ങളെ മൊത്തത്തിൽ തൃപ്തിപ്പെടുത്താൻ ചാൻസ് ഉള്ളൊരു സിനിമയാകും. ഗംഭീര ഫിലിം മേക്കറാണ് നിതീഷ് സഹദേവൻ. കാരണം നമ്മൾ അദ്ദേഹത്തിന് ഒരുപാട് പ്രകീർത്തിച്ചൊന്നും കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ആദ്യ സിനിമ ഫാലിമിയാണ്. വലിയ താരങ്ങളൊന്നും ഇല്ല തന്നെ ഒരു സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ഒരുക്കി. ജീവ, തമിഴ്നാടൻ ജീവയെ തമിഴ്നാട്ടിൽ ജീവയ്ക്കൊന്നും മാർക്കറ്റ് ഇല്ലാത്ത സമയത്ത് ഈ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് തമിഴ് പടം സൂപ്പർ ഹിറ്റാക്കി. നല്ല രസമായിട്ടാണ് തമിഴ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഡയറക്ടർ കൂടാണ്. കാരണം ഇവർ മമ്മൂട്ടിയായിട്ട് ഒത്തിക്കുമ്പം ഇങ്ങനെയുള്ള സമയം ഒന്നിക്കുമ്പോൾ എന്തായാലും മാക്സിമം പൊട്ടൻഷ്യൽ ഊറ്റി എടുക്കും. അങ്ങനെ നോക്കുമ്പം നിതീഷ് സഹദേവന്റെ പേരിടാത്ത സിനിമ, സർക്കസ് പശ്ചാത്തലത്തിലുള്ള സിനിമ ഒരു അതിഗംഭീര സിനിമയാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം.